ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലും പുറത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അർജുൻ ഫേക്ക് ആണോ എന്നുള്ളത്. ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് പേർ പറയുന്നുണ്ട് അർജുൻ ഫേക്ക് ആണ്, അർജുന്റെ ക്യാരക്ടർ ഇതല്ല, അർജുനെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഞെട്ടും, അർജുൻ ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പ്രധാനമായിട്ട് പറയുന്നത് ശ്രീധുവിന്റെ അടുത്താണ്. എല്ലാവരും വന്ന് ശ്രീധുവിന്റെ അടുത്ത് പറയുന്നുണ്ട് അർജുൻ ഇതല്ല, അർജുനെ സൂക്ഷിച്ചോളൂ, അർജുൻ ഫേക്ക് ആണ് എന്ന് എല്ലാവരും വന്ന് പറയുന്നുണ്ട് ശ്രീധുവിൻ്റെ അടുത്ത്. ശ്രീധു ആകെ കൺഫ്യൂഷനിലാണ്. പക്ഷേ ശ്രീധുവിന് അർജുനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ കളയാനായിട്ട് താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞു എന്ന് പറയാതെ തന്നെ ശ്രീധു അവിടെ പറയുന്നുണ്ട്, അല്ല ചോദിക്കുന്നുണ്ട് അവിടെ അർജുൻ്റെ അടുത്ത് നേരിട്ട് തന്നെ. ഫേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അർജുന്. അതിനുശേഷം സീരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ നിങ്ങൾ ഫേക്ക് ആണോ അർജുനെ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ 30 ദിവസം നിങ്ങൾ ഫേക്ക് ആയിട്ടാണോ ഇവിടെ നിന്നത്, എന്നോട് പറ, സത്യം പറ എന്ന് അവിടെ ശ്രീധു ചോദിക്കുന്നുണ്ട്. അപ്പൊ അർജുൻ പറയുന്നുണ്ട് 30 ദിവസമൊക്കെ ഒരാളെ കൊണ്ട് ഫേക്കായിട്ട് നിൽക്കാനായിട്ട് പറ്റുമോ? മാക്സിമം ഒരാളെ കൊണ്ട് ഫേക്കായിട്ട് നിൽക്കാൻ പറ്റുന്നത് 21 മുതൽ 28 ദിവസം വരെയൊക്കെയാണെന്നാണ് അർജുൻ പറയുന്നത്. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല പറയുന്നത്. ഇനി ഫേക്കായിട്ടാണോ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കമ്മിയ പേസ്രെ എന്ന് പറയുന്നുണ്ട് അർജുൻ. അവിടെ ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ വളരെ സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത്. എൻ്റെ വായിൽ നിന്ന് മോശപ്പെട്ട വാക്കുകൾ വരാതിരിക്കാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അധികം സംസാരിക്കാത്ത കൂട്ടത്തിലാണ്. എന്നെ അറിയുന്നവർക്ക് അറിയാം, എൻ്റെ പുറത്തുള്ളവർക്കും ഫ്രണ്ട്സിനൊക്കെ അറിയാം എന്ന് പറയുന്നുണ്ട്. അപ്പം ശ്രീധു പറയുന്നുണ്ട്, അല്ല ഇനി വീട്ടുകാർക്കും പുറത്തുള്ളവർക്ക് അറിയാത്തത് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഈ ഫേക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ചിരിക്കുന്നുണ്ട് അർജുൻ. ഞാൻ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെയല്ലാതെ പറ്റത്തില്ല, ഞാനിങ്ങനെയാണ്. ദേഷ്യം വരുന്ന സമയത്ത് എനിക്ക് ഇത്തിരി ഇതായിട്ട് സംസാരിക്കുന്ന ശീലമുണ്ട്. പക്ഷെ ഞാനിതിവിടെ പരമാവധി ശ്രമിച്ച് നിൽക്കുന്നുണ്ട്, വായിന്ന് മോശപ്പെട്ട വാക്ക് വരാതിരിക്കാനും പിന്നെ കൂടുതലായിട്ട് സംസാരിക്കാതിരിക്കാനും ദേഷ്യം വരുന്ന സമയത്ത്. അങ്ങനെ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതാണ് എന്ന് തന്നെയാണ് അർജുൻ പറയുന്നത്. എന്തായാലും ഒരു 10-40 ദിവസമായിട്ട് അർജുൻ്റെ ക്യാരക്ടർ ഒരു മാറ്റവും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ദേഷ്യം വന്ന 1-2 സമയത്ത് മാത്രമാണ് അർജുന് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ദേഷ്യം വന്ന സമയത്ത്. അത് അർജുൻ പറയുന്നുമുണ്ട്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം. പക്ഷേ അവിടെ ജാൻമണിയാണ് ആദ്യം അർജുൻ ഫേക്ക് ആണ് എന്നുള്ളൊരു കാര്യം ശരണ്യയുടെ അടുത്ത് പറയുന്നത്. ശരണ്യ അത് വിശ്വസിക്കാതിരിക്കുകയോ എന്തായാലും ശ്രീധുവിൻ്റെ അടുത്ത് വന്ന് അത് സൂചിപ്പിക്കുന്നുണ്ട്. ജാൻമണി തുടക്കത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അർജുനെ എന്നുണ്ടെങ്കിൽ അർജുനുമായിട്ട് ഉടക്കിയതിന് ശേഷമാണ് അർജുൻ നല്ല ആളല്ല എന്നുള്ള തരത്തിൽ ജാൻമണി പറയാൻ തുടങ്ങിയത്. പിന്നെ അതിനുശേഷം പിന്നെ അർജുനെ കുറിച്ച് കുറ്റങ്ങൾ കൂടുതൽ പറയാൻ തുടങ്ങിയത് സിബിൻ വന്നതിന് ശേഷമാണ്. സിബിൻ വന്നതിന് ശേഷം സിബിൻ പറയുന്നത് അർജുൻ ഫേക്ക് ആണ്, അവൻ്റെ ഒറിജിനൽ സ്വഭാവം ഇതല്ല, അവൻ്റെ ഒറിജിനൽ മുഖം ഇതല്ല, അവൻ്റെ ഒറിജിനൽ സ്വഭാവം കുറച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വരും, അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ അവ അവിടെ നിൽക്കുന്നത് വളരെയധികം ഫേക്ക് ആയിട്ടാണ്, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് അവൻ്റെ സ്വഭാവം എന്നൊക്കെ സിബിൻ പറയുന്നുണ്ട്. സിബിൻ എന്തർത്ഥത്തിലാണ് അത് പറയുന്നതെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതവിടെ ജാൻമണിയുടെ അടുത്താണെങ്കിലും ഋഷിയുടെ അടുത്താണെങ്കിലും ശ്രീധുവിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും ശരണ്യയുടെ അടുത്താണെങ്കിലും പൂജയുടെ അടുത്താണെങ്കിലും ഒക്കെ സിബിൻ പറയുന്നുണ്ട്. പക്ഷേ പൂജ അതിനെ എതിർക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് അർജുൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പൂജ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ശരണ്യ ഇതൊക്കെ വന്ന് ശ്രീധുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അർജുനെ നീ സൂക്ഷിച്ചോ എന്നുള്ള രീതിയിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും അർജുൻ ശ്രീധു കോംബോയെയാണോ ഇവർ ഭയപ്പെടുന്നത് എന്ന് എനിക്കൊരു തോന്നൽ. ഇവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി, ശ്രീധുവിനെയും അർജുനെയും തെറ്റിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണോ ഇത് എന്നൊരു തോന്നലുണ്ട്. ഒരു കോംബോ പുറത്ത് ഹിറ്റായി എന്നുള്ളത് വന്ന വൈൽഡ് കാർഡുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ തമ്മിൽ തെറ്റിക്കുക എന്നൊരു ഉദ്ദേശം അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിനുള്ള ശ്രമമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇതുവരെ അർജുൻ എന്നുള്ള വ്യക്തിയിൽ ഒരു പ്രത്യേക ക്യാരക്ടർ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ഇനിയും ദിവസങ്ങളുണ്ട്, എന്തായാലും നോക്കാം. എന്നിരുന്നാൽ പോലും അത്രയും ഫേക്കായിട്ടാണ് അർജുൻ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുവരെ പ്രേക്ഷകർക്ക് ആർക്കും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എനിക്ക് തോന്നുന്നു അതവരുടെ വന്നവരുടെ ഒരു ഗെയിമാണ്, അർജുനെയും ശ്രീധുവിനെയും തെറ്റിക്കാൻ വേണ്ടി മാത്രം. അതുപോലെ തന്നെ അർജുനെ ഒരുപാട് പുറത്ത് ഫാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അർജുൻ. അപ്പോൾ ആ ഫാൻസിനെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമവുമായിരിക്കാം.